മലയാള സിനിമാ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും പറയുവാൻ പോകുന്ന ഒരു ഉത്തരം നടൻ മോഹൻലാൽ എന്നായിരിക്കും. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോഹൻലാൽ സിനിമകൾ ഒന്നും തന്നെ അത്ര കണ്ട് വിജയിക്കുന്നുമില്ല. എന്നാൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മോഹൻലാൽ സിനിമയാണ് പ്രദർശനത്തിനൊരുങ്ങുന്ന മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലെ ആദ്യ സിനിമ എന്നതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽക്കേ മലൈക്കോട്ടെ വാലിബൻ വലിയ ഹൈപ്പ് കിട്ടിയ ഒരു ചിത്രമാണ്. മണിക്കൂറുകൾക്ക് മുൻപ് സിനിമയുടെ ടീസർ പുറത്തു വന്നിരുന്നു. മോഹൻലാലാണ് ഈ ഒരു ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നത്. ടീസർ പുറത്തു വന്നതോടെ 63-കാരനായ മോഹൻലാലിന്റെ ഫിറ്റ്നസ് ആണ് ചർച്ചയായി മാറുന്നത്. ടീസറിൽ ഒരു ഷൂട്ടിൽ തന്റെ ബൈസെപ്സ് മോഹൻലാൽ വിടർത്തി കാണിക്കുന്നുണ്ട്. സിനിമയിൽ ഗുസ്തിക്കാരനായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയപ്പോൾ മസിലൊക്കെ ഫേക്കും എഡിറ്റഡുമാണെന്നും ജിമ്മിൽ മോഹൻലാൽ പോകുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണെന്നും അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നും ഒരു വിഭാഗം താരത്തെ പരിഹസിച്ച് രംഗത്ത് വന്നിരുന്നു. പുതിയ ടീസറിലെ ബൈസെപ്സ് ഉയർത്തി കാണിക്കുന്ന രംഗത്തിലൂടെ മോഹൻലാൽ തന്റെ ഹേറ്റേഴ്സിന് കുറിക്കുകൊള്ളുന്ന മറുപടി നൽകി കഴിഞ്ഞുവെന്നാണ് ആരാധകരുടെ പക്ഷം. ഈ പ്രായത്തിലും കഥാപാത്രത്തിന് വേണ്ടി മോഹൻലാൽ എടുക്കുന്ന പ്രയത്നത്തെയും അഭിനന്ദിച്ച് ആളുകൾ എത്തുന്നുണ്ട്. വാലിബനിൽ തകർക്കപ്പെടാൻ പോകുന്നത് മലയാള ബോക്സ് ഓഫീസ് ആയിരിക്കും. ഈ സബ്ജക്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ദഹിച്ചെന്ന് വരില്ല എന്ന് തോന്നുന്നു. നാടക സ്റ്റൈലുണ്ട്. തല വെട്ടിക്കയറ്റിയതാണെന്ന് പറഞ്ഞ് നടന്നവർക്ക് ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രം. എന്തുവാടേ ഇത്, എന്റെ പൊന്നോ ജിമ്മൻ, ഒരു രക്ഷയുമില്ല, പൊളിച്ചൂലാലേട്ട. പോസ്റ്റർ കണ്ടിട്ട് മസിൽസ് ഒക്കെ ഫേക്ക് ആണ്, എഡിറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിലർക്കുള്ള മറുപടിയാണ് പുതിയ ടീസർ എന്നിങ്ങനെയെല്ലാമാണ് ഈ ഒരു ടീസറിന് കീഴിൽ വരുന്ന കമന്റുകൾ. അതേസമയം തന്നെ ജനുവരി 25-നാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഷിബു ബേബി ജോൺ, അച്ചു ബേബി ജോൺ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ്, കൊച്ചുമോന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ്, അനൂപിന്റെ മാക്സ് ലാബ്, വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. 130 ദിവസങ്ങളിലായി രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മലൈക്കോട്ടെ വാലിബന്റെ ചിത്രീകരണം നടന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നല്ല മോഹൻലാൽ സിനിമകളൊന്നും തന്നെ തിയേറ്ററിലേക്ക് വരികയോ പ്രേക്ഷകരെ തൃപ്തിപ്പെടുകയോ ചെയ്തിരുന്നില്ല. ലൂസിഫറിന്റെ റിലീസിന് ശേഷം മോഹൻലാലിനെ ആഘോഷിച്ചൊരു സിനിമ തമിഴിൽ റിലീസ് ചെയ്ത ജയിലർ ആയിരുന്നു. കാമിയോ റോൾ ആയിരുന്നുവെങ്കിലും വലിയ വരവേൽപ്പാണ് സിനിമയ്ക്ക് മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രത്തിന് ലഭിച്ചിരുന്നത്. ലൂസിഫറിന് ശേഷം ഏറെ പ്രതികരണം ലഭിച്ച സിനിമ ദൃശ്യം 2 ആയിരുന്നു. പക്ഷേ കോവിഡ് കാലത്ത് ഇറങ്ങിയ സിനിമയായതുകൊണ്ട് ചിത്രം OTT-യിലാണ് റിലീസ് ചെയ്തത്. അതിനുശേഷം ഇറങ്ങിയത് ഒട്ടുമിക്ക സിനിമകളും വൻ പരാജയമായിരുന്നു. ഇതിന്റെ എല്ലാം കേട് തീർത്തത് 2 ആഴ്ച മുമ്പ് പുറത്തിറങ്ങിയ നേര് എന്ന ചിത്രമാണ്. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ സിനിമ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുകയാണ്. ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വിജയമായ മോഹൻലാൽ സിനിമ എന്നതുകൊണ്ട് തന്നെ നേര് മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് എന്ന രീതിയിലാണ് ആളുകൾ പരിഗണിക്കുന്നത്. പക്ഷേ നല്ല തിരക്കഥയും സംവിധായകനും വന്നാൽ മോഹൻലാലിനോളം മൂർച്ചയുള്ള മറ്റൊരു ആയുധവും മലയാള സിനിമയിൽ ഇല്ലെന്നതാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം പറയുന്നത്. നേര് പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു ചിത്രം കൂടിയാണ് മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലെ ആദ്യ സിനിമ എന്നതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ മലൈക്കോട്ടെ വാലിബൻ വലിയ ഹൈപ്പ് കിട്ടിയ സിനിമയായിരുന്നു. ഏതായാലും ചിത്രത്തിന്റെ പ്രദർശനത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേക്ഷകരും മോഹൻലാലിന്റെ ആരാധകരും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.